ലോക്സഭയിൽ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച് സംസാരിക്കുകയാണ്. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ് ദാസ്, ഈ പലതരത്തിലുള്ള തെറ്റിദ്ധാരണ ആളുകളിൽ പരത്തുന്നുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളുടെ ഒന്നും ഒരാവശ്യവുമില്ല എന്നാണ് കിരൺ റിജിജു പറയുന്നത്. മറ്റൊരു കൗതുകകരമായ കാര്യം, പ്രധാനമന്ത്രി ഇപ്പോൾ സഭയിൽ ഇല്ല എന്നുള്ളതാണ് നേരത്തെ വന്ന വാർത്ത. പക്ഷേ ഇന്ത്യ സഖ്യം ഈ ബില്ലിനെ ഒന്നിച്ചെതിർക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലേക്ക് പുതിയ കുറച്ച് പാർട്ടികൾ ഈ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ടുവരുന്നു. പക്ഷെ എന്നിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സഭയിൽ ഇല്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നാൽ സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം സ്പീക്കർക്കുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയെ അങ്ങനെ ഒരു കടമ അദ്ദേഹം നിറവേറ്റുന്നില്ല എന്ന ആക്ഷേപം കോൺഗ്രസിനുണ്ടെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം മുന്നിലുണ്ട്. പക്ഷേ ആ സാഹചര്യം ഉണ്ടായിട്ട് പോലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയിട്ടില്ല എന്നൊരു പ്രശ്നം നിലവിലുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന കാര്യം, ഇന്ന് ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ആ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക ലോക്സഭയിലെ ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗൊഗോയി ആണ് എന്നുള്ളതാണ്. കിരൺ റിജിജു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന മറുപടി കൊണ്ടാണ് കിരൺ റിജിജു ആവർത്തിച്ച് ബില്ല് അവതരണത്തിനിടയിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുന്നത്. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അസാന്നിധ്യം കൂടി ശ്രദ്ധേയമാകുന്നത്.